ഇറാനെ സമ്മർദ്ദത്തിലാക്കി സമാധാന കരാറിലെത്തിക്കാൻ ആക്രമണം കടുപ്പിച്ച് US. ഇറാനുള്ളിലെ ഏറ്റവും നീളം കൂടിയ പാലം തകർത്തു. അവശേഷിക്കുന്ന എല്ലാം നശിപ്പിക്കുമെന്നും ഇന്ന് പാലമാണെങ്കിൽ നാളെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഭീഷണി മുഴക്കി. ഇറാനിലെ പുതിയ ഭരണകൂടം ഉടൻ US-ഉമായി ധാരണയിലെത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. چه صدا دیدین وقتی نزدیک میزنه اینجوریه صدا അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ ഏറ്റവും വലിയ ഒരു പാലം തകർക്കുന്ന ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരസ്പരം പോർവിളികളും വെല്ലുവിളികളുമുണ്ട്. ഇതിനിടയിൽ തങ്ങളുടെ ശേഷി അത് ലോകത്തെ കാണിച്ചു കൊടുക്കുക, ഇറാനെ ആക്രമിക്ക് നിർത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുക, അതിനൊക്കെയുള്ള ശ്രമത്തിലാണോ ട്രംപ്? ഇപ്പോൾ ആക്രമണം അത് പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ശ്രമം എന്ന് പറയുന്നത് ഇറാനുള്ളിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി അവരെ ഒരു സമാധാന നീക്കത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുക. അതുതന്നെയാണ് ട്രംപിന്റെ ഒരു ശ്രമമെന്ന് നമുക്ക് നിലവിലുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും അതുപോലെ തന്നെ അമേരിക്കയുടെ ആക്രമണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇന്നലെ ഇറാനുള്ളിൽ ടെഹ്റാനകത്തുള്ള ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെന്റർ അത് അമേരിക്ക ആക്രമിച്ച് തകർത്തിരുന്നു. മാത്രമല്ല നിരവധി സ്റ്റീൽ ഫാക്ടറികളും ആക്രമണ വിധേയമാക്കിയ വിവരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രംപ് തന്നെയാണ് ഇറാനുള്ളിലെ ഏറ്റവും നീളമുള്ള ബിൽഗാൻ പാലം ആക്രമിച്ച് തകർത്തതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇന്നലെ ഇന്ത്യൻ സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടെയായിരുന്നു അദ്ദേഹം ഈ പാലം തകരുന്ന ദൃശ്യങ്ങൾ തന്റെ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചത്. ഇപ്പോൾ കുറച്ചു മുൻപേ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇറാനെതിരെ ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇറാനുള്ളിൽ അവശേഷിക്കുന്ന വസ്തുക്കൾ തങ്ങൾ നിലവിൽ ആക്രമിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. US-ന്റെ സൈന്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമാണ്. തങ്ങൾ ഇറാനുള്ളിലുള്ള എല്ലാം തരിപ്പണമാക്കും. ഉടൻ തന്നെ ഇപ്പോൾ പാലങ്ങളാണ് തകർന്നതെങ്കിൽ നാളെ ഞങ്ങൾ പവർ പ്ലാന്റുകൾ ആക്രമിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇറാനിലുള്ള പുതിയ ഭരണകൂടം അമേരിക്കയുമായി ഒരു കരാറിൽ എത്തിച്ചേരാൻ വേണ്ടി സന്നദ്ധത അറിയിക്കണമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ കുറിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് US-ന്റെ നീക്കമെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അതേസമയം ഇറാനും ചുമ്മാതെ ഇരിക്കുന്നില്ല. ഇറാനും തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുവൈറ്റിലുള്ള ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ ഇറാന്റെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇവിടെ വലിയ തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരമുള്ളത്. ബഹ്റൈനിലുള്ള ഒരു ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഈ ഡാറ്റാ സെന്റർ വഴി അമേരിക്കയ്ക്ക് തങ്ങളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന് ആരോപിച്ചാണ് ഈ ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം നടത്തിയത്. വിഷയത്തിൽ ബഹ്റൈൻ കടുത്ത രീതിയിലുള്ള പ്രതികരണം ഇറാനെതിരെ നടത്തിയിട്ടുണ്ട്. അതായത് അജയ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് പോലെ ഇറാന്റെ പ്രതികരണം ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്, GCC രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ അജയ് പറഞ്ഞതുപോലെ കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിക്കുകയാണ്. വലിയ തീപിടുത്തമാണ് പ്രദേശത്ത്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ബഹ്റൈനിലെ ആമസോൺ ഡേറ്റാ സെന്റർ തകർക്കുന്നു. F-35 വിമാനം വെടിവെച്ചിട്ടു എന്ന് IRGC അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഈ തരത്തിൽ അമേരിക്ക ഇറാന്റെ പ്രതിരോധശേഷി അല്ലെങ്കിൽ ആക്രമണശേഷി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന വീരവാദം മുഴക്കുമ്പോഴും ദീർഘദൂര മിസൈലുകളടക്കം തങ്ങളുടെ പക്കലുണ്ട്, അത് പ്രയോഗിക്കാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതിപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇറാന്റെ കൈവശം ഇപ്പോഴും മിസൈൽ ലോഞ്ചറുകളടക്കം നിരവധി അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ട് എന്നതാണ് ഒരു സൂചന. ഇത് CNN ആണ് ഈ ഒരു വിവരം നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു വിവരവും അതും തീർച്ചയായിട്ടും അമേരിക്ക, അതായത് ട്രംപ് നിരന്തരം മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ IRGC തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി ഒരു F-35 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദം കൂടി നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആക്രമണങ്ങൾ കൂടുതൽ അവർ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE 8 ഡ്രോണുകൾ നിലവിൽ വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ആക്രമണം രൂക്ഷം തന്നെയാണ്. നിലവിൽ ഇറാനെതിരെ GCC രാജ്യങ്ങൾ ഒന്നായി ഒരു നീക്കം നടത്തുന്നുമുണ്ട്. അത് പ്രധാനമായിട്ടും ബഹ്റൈൻ ഇപ്പോൾ ഹോർമുസ് കടലെടുക്ക് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം
UN-ൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയത്തിന്റെ വിശദാംശം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് വഴി സ്വതന്ത്രമായിട്ടുള്ള യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ഓരോ രാജ്യങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണയുണ്ടാകണം എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. ഈ പ്രമേയം GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ബഹ്റൈൻ അവതരിപ്പിച്ചത്. ഇത് ഈ ഒരു വിഷയത്തിൽ നിലവിൽ വോട്ടെടുപ്പ് നാളെ നടക്കും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നായിരുന്നു വോട്ടെടുപ്പ് ആദ്യം തീരുമാനിച്ചിരുന്നത്, എന്നാൽ ഇത് പിന്നീട് നാളത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളും സംയുക്തമായി ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അതായത് US നിലവിൽ ഇക്കാര്യത്തിൽ കൈ കഴുകിയൊന്ന് മാറി നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയിൽ US ഇടപെടില്ല എന്ന് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ UN-ൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 40ഓളം രാജ്യങ്ങൾ വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ബഹ്റൈൻ പ്രമേയത്തിലെ വോട്ടെടുപ്പ് നാളത്തേക്ക്, ബഹ്റൈൻ്റെ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ അറിയിച്ച നിലപാട് നിർണായകമാണല്ലോ. ഈ യോഗത്തിൽ 40ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിലപാട് കൂടി ചേർത്താണ് ഈ പ്രമേയം വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഹോർമുസ് തുറക്കുന്ന കാര്യത്തിൽ നമുക്ക് മറ്റൊരു അഭിപ്രായമില്ല, ഈ രാജ്യങ്ങൾക്കൊപ്പമാണ്. പക്ഷേ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനെതിരായ സൈനിക നടപടിക്ക് ഇന്ത്യയില്ല. ഇറാൻ നമ്മളെ സുഹൃത്ത് രാജ്യമെന്ന് തുടർച്ചയായി വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ ഗൗരവത്തിലെടുക്കുന്നു. നമ്മുടെ നാവികരുടെ സുരക്ഷയുണ്ട് ഹോർമുസിലുള്ള, അതും വളരെ പരമപ്രധാനമാണ്. കപ്പലുകൾ കടന്നു വരേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള പരമപ്രധാനമായ നിലപാടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതെ, അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒമാനും ഇറാനും തമ്മിലും ഒരു ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിലൂടെയാണ് ഹോർമുസ് കടലെടുക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും കൂടി ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള കപ്പലുകളുടെ നിയന്ത്രണത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കാനാണ് ഒരു നീക്കമെന്നതാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഈ രണ്ട് രാജ്യങ്ങൾ ഇതിൽ ചർച്ചകൾ നടത്തുന്നതായിട്ടുള്ള സൂചനകളുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടും പ്രസക്തമാണ്. അതായത് ബ്രിട്ടൻ വിളിച്ചു ചേർത്ത ഈ 40 രാജ്യങ്ങളുടെ യോഗത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. US ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അതേസമയം ഫ്രാൻസ്, ഇറ്റലി, UAE അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കാളിയായി. ഇന്ത്യയുടെ നിലപാട് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു ചർച്ചയ്ക്ക് പിന്നാലെ ഒരു പ്രമേയം കൂടി പാസ്സാക്കിയത്. അതേസമയം ആ പ്രമേയത്തിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമായി അറിയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇറാനെതിരെ എന്തെങ്കിലും സൈനിക നീക്കത്തിന് മുതിരുകയാണെങ്കിൽ അതിലൊരിക്കലും ഇന്ത്യ പങ്കാളിയാകില്ല എന്നതാണ്. അതേസമയം ഹോർമുസ് കടലിടുക്ക് തീർച്ചയായിട്ടും തുറക്കണം, മേഖലയിലൂടെ സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കണമെന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹോർമുസ് കടലിടുക്കിൽ സൈനികരെ, നാവിക വിഭാഗത്തിലുള്ള സൈനികരെ നഷ്ടപ്പെട്ട ഏക രാജ്യം ഇന്ത്യയാണെന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത വിക്രം മിശ്രി ഇതിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കയുടെ അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ സ്ഥാനത്ത് നിന്ന് നീക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജസ്റ്റിസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലെ അസംതൃപ്തി തുടർന്നാണ് പുറത്താക്കൽ. ട്രംപിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസുകൾ വേഗത്തിലാക്കാത്തതിൽ ട്രംപിന് അതൃപ്തി ഉണ്ടായിരുന്നു. ഇതാണ് പുറത്താക്കലിന് കാരണമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.